തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നിരുന്ന വിഷയത്തെ തുടർമാനമായിട്ട് ഇന്നും ചില കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ അവസാനമായിട്ട് ക്ലാസ്സിൽ ചിന്തിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ പഠിച്ചു വന്നിരുന്ന വിഷയം നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളെ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ പഠിച്ചു വരുന്നത്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു വന്നത്. അതിനെ തുടർന്ന് തന്നെ 2-ാമത്തെ അധ്യായത്തിൽ നിന്നും ഇന്ന് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കാം. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് ചിന്തിച്ചത് തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. അതില് 7-ാമത്തെ വാക്യം ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് അത് 8-ാമത്തെ വാക്യത്തിലോട്ട് പോയി ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 7-ാമത്തെ വാക്യത്തിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മള് തീത്തോസിന്റെ ലേഖനം നമുക്കറിയാം. അത് പ്രധാനമായിട്ടും തീത്തോസിനെ പൗലോസ് ക്രേത്ത എന്ന പട്ടണത്തിൽ ആക്കിയതിന്റെ ഉദ്ദേശവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനോട് തുടർന്നായിട്ട് നമുക്കിന്ന് 7-ാമത്തെ വാക്യം അതിലോട്ടൊന്ന് വരാം. നമുക്ക് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നു. സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. പൗലോസ് തീത്തോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. നീ സകല സൽപ്രവർത്തികൾക്കും മാതൃകയാക്കുക മാത്രമല്ല, ആ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് ഇവിടെ നൽകുന്ന ഒരു കാര്യം. ഇൻ ആൾ തിങ്സ് ഷൂയിങ് thyself a pattern of good works. നല്ല സൽപ്രവർത്തികൾ എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗുഡ് വർക്ക്സ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നീ സകല സൽപ്രവർത്തികളും മാതൃകയാക്കുക മാത്രമല്ല, ആ മാതൃകയാക്കിയ കാര്യങ്ങൾ മാതൃകയാക്കി മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് പൗലോസ് ഇവിടെ തീത്തോസിന് നൽകുന്നത്. ഈ സൽപ്രവർത്തി എന്നുള്ള പദം അല്ലെങ്കിൽ ഗുഡ് വർക്ക്സ് എന്നുള്ള പദം മലയാളത്തിൽ 2-3 പദങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ പല പുതിയ നിയമത്തിൽ തന്നെ അനേക അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നല്ല സൽപ്രവൃത്തി എന്നുള്ള ആ പദം അല്ലെങ്കിൽ നന്മ ചെയ്യുക അല്ലെങ്കിൽ ഒരു മോഡലിനെ അനുകരിക്കുക എന്നീ പദങ്ങളൊക്കെ നമുക്ക് ഈ സൽപ്രവൃത്തിയോട് അനുബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ നന്മയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് ഒക്കെ ആ വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാറ്റിലും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നുള്ള വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ സങ്കീർത്തനങ്ങളിൽ എഴുതിയ പുസ്തകത്തില് 119-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ നല്ലവനും നന്മ ചെയ്യുന്നവനും ആകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകും. അവിടെയും ഈ നന്മ എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ
സൽപ്രവർത്തി, നന്മ എന്നുള്ള വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ നാം അവന്റെ സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും അനേക വാക്യങ്ങളുണ്ട്. ഇതെല്ലാം സൽപ്രവർത്തി അല്ലെങ്കിൽ നന്മ നാം ചെയ്യണം അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അനേകം വിശദീകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പ്രധാനമായിട്ടും തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നാണല്ലോ ചിന്തിക്കുന്നത്. നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും 5 പ്രാവശ്യം ഈ സൽപ്രവർത്തികൾ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ചതാണ്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. കൂടാതെ തന്നെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തി ഉള്ളവര് എന്നൊരു വാക്ക് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കണം. 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സൽപ്രവർത്തികളിൽ ഉത്സാഹികൾ ആയിരിപ്പിൻ. കൂടാതെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുൻപരായിരിക്കാൻ പഠിക്കട്ടെ. ഇത്രയും പദങ്ങൾ, ഏകദേശം 5 വാക്യങ്ങൾ തന്നെ ഈ സൽപ്രവർത്തികൾ എന്നുള്ള ആ ഒരു വാക്യത്തെ കുറിച്ച്, വേർഡിനെ കുറിച്ച് തീത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ തീത്തോസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ് തീത്തോസ് അത്യുത്സാഹി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയധികം വേദപുസ്തകത്തിൽ വളരെയധികം സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും സൽപ്രവർത്തികൾ ചെയ്യണം, അതിന് മാതൃക ഉള്ളവരായിരിക്കണമെന്നും വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് തീത്തോസിനോട് പറയുന്നത് 2-ാം അധ്യായമാണല്ലോ, വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ പറയുന്നത് സൽപ്രവർത്തികൾക്ക് നീ മാതൃകയാക്കി കാണിക്കാം, സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം. നമ്മളെ തീത്തോസിന്റെ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സഭാ കുടുംബത്തിലെ യോഗ്യമായ നടത്ത് എന്നാണല്ലോ. അത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുന്നത്, നീ സകല സൽപ്രവർത്തികൾക്കും നീ മാതൃകയാക്കി കാണിക്കാം. അതായത് നമ്മോടുള്ള ബന്ധത്തില് നമ്മൾ സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും നമ്മൾ സൽപ്രവർത്തികൾക്ക് മാതൃക ഉള്ളവരായിരിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ ചിന്തിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ആ ക്രേത്ത എന്ന പട്ടണത്തിൽ വിട്ടേച്ചു പോയതിന്റെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും ഒക്കെ അത് ചിന്തിച്ച കാര്യമാണ്. പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ക്രേത്തയിൽ വിട്ടേച്ചു പോയത് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കുക, കൂടാതെ ശേഷിച്ച കാര്യങ്ങളെ ക്രമപ്പെടുത്തുക, ചില കാര്യങ്ങൾ അവിടെ ഉള്ളവരെ ശീലിപ്പിക്കുക, കൂടാതെ പത്യോപദേശത്തിന്റെ പ്രാധാന്യം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തീത്തോസിനെ അപ്പോസ്തലനായ പൗലോസ് ക്രേത്തയിൽ വിട്ടേച്ചു പോയത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചു തന്നെയാണ് അവിടെയുള്ളവരെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കണമെന്ന് പൗലോസ് തീത്തോസിനോട് ഒരു ഉപദേശം കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു സഭയോടുള്ള ബന്ധത്തിൽ സഭയിൽ ആയിരിക്കുന്ന ആടുകളെ പരിപാലിക്കുന്നത് അവിടെയുള്ള മൂപ്പന്മാരാണ്. ഈ വേദപുസ്തകത്തിൽ തീത്തോസിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, അവരെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതായത് തീത്തോസ് പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്ന എന്നുള്ള കാര്യം നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒരു സ്ഥലം സഭയെ സംബന്ധിച്ച് അവിടെ മൂപ്പന്മാരുണ്ടായിരിക്കും, ശുശ്രൂഷകന്മാരുണ്ടായിരിക്കും, സുവിശേഷന്മാരുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന ആടുകളെ പരിപാലിക്കുവാൻ ഒരു മാതൃക കാണിക്കേണ്ടത് അവിടെയുള്ള മൂപ്പന്മാരാണ്. അതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെയുള്ള ഇടയ പരിപാലനം മറ്റുള്ള വിശ്വാസികൾക്ക് ഒരു മാതൃക ഉള്ളത് ആയിരിക്കണം. എന്തുകൊണ്ടാണ് തീത്തോസിനെ ഇവിടെ പൗലോസ് പറയുന്നത്? തീത്തോസിന് ഒരു വലിയൊരു ചുമതല പൗലോസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ക്രേത്ത എന്ന് പറയുന്ന ആ പട്ടണത്തിലെ അവിടെയുള്ള ആൾക്കാർ അവർ ക്രമം കെട്ടവരായിരുന്നു.
അവിടെ ചിതറിപ്പാർക്കുന്നവരായിരുന്നു. അവിടെ നാഥനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അവരെയൊക്കെ ഒരുമിച്ച് അവിടെയുള്ള വിശ്വാസികളെ അവരെ മൂപ്പന്മാർ ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് ആക്കുവാനായിട്ട്, അവരെ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാനായിട്ട് അവിടെ മൂപ്പന്മാരെ ആക്കി വയ്ക്കണമെന്നൊക്കെ പൗലോസ് തീത്തോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് മാതൃക ആക്കേണ്ടത് അവിടെയുള്ള മൂപ്പന്മാരാണ്. അതായത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു സഭയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൽപ്രവൃത്തിയുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാം. അത് കൂട്ടായ്മ കാണിക്കുന്ന കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള കാര്യങ്ങളായിരിക്കട്ടെ, അല്ലെങ്കിൽ സഭായോഗങ്ങൾക്ക് കൂടി വരുന്ന കാര്യങ്ങളായിരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുന്ന കാര്യങ്ങളായിരിക്കട്ടെ, ഇതിനെല്ലാം വിശ്വാസികൾക്ക് സഭയിലെ മൂപ്പന്മാർ മാതൃകയുള്ളവരായിരിക്കണം. അപ്പോൾ ഈ മാതൃക കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അനുകരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളെല്ലാവരും പറയും, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണല്ലോ അനുകരിക്കേണ്ടത്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സഭയെ പരിപാലിക്കാനായിട്ട് അവിടെ സഭയിൽ മൂപ്പന്മാരെ, ശുശ്രൂഷകന്മാരെ, ഇവരെയൊക്കെ ആക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന വിശ്വാസികൾ മാതൃകയാക്കുന്നത് ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടാണ് അവിടെയുള്ള വിശ്വാസികൾ മാതൃകയാക്കുന്നത്. അതുകൊണ്ട് പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, നീ സകല സൽപ്രവർത്തികൾക്കും മാതൃക ഉള്ളവനായി കാണിക്ക. ഒരിക്കലും മാതൃക ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾക്ക് നീ മാതൃക കാണിക്കണമെന്നോ ഒരിക്കലും പറയുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിനൊക്കെ മാതൃക ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരടുത്ത് നമുക്ക് അനുകരിക്കുവാനായിട്ട് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മള് തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ നമ്മള് 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. സകല സൽപ്രവർത്തികളിലും ശുഷ്കാന്തി ഉള്ളവർ ആയിരിക്കണം. 3:8 പറയുന്ന സൽപ്രവർത്തികളിൽ ഉത്സാഹികൾ ആയിരിക്കണം. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ സൽപ്രവൃത്തി എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതോടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പണ്ടൊക്കെ സഭയുടെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ, ഒരു സാമ്പത്തികമായിട്ടുള്ള ആവശ്യം തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു സഭയുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അതിന് ഫണ്ടൊക്കെ പിരിക്കുന്ന, അതിപ്പോഴുമുണ്ട്. ആ ഒരു ആവശ്യത്തിലോട്ട് വരുമ്പോൾ നമ്മളെ ഇടയിലൊക്കെ ഈ ബുക്കൊക്കെ പാസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഞാൻ കൂടുതലും ഈ 6-ാമട സഭയിലായിരുന്നപ്പോൾ അവിടെ കാണാറുണ്ട്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം അധികമായിട്ട് അത് കാണാറില്ല. അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും അതിൽ എഴുതിയേ പറ്റത്തുള്ളൂ. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് ചെയ്യാറില്ല. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നല്ലോ, എല്ലാവരും പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും പോലെ കൊടുക്കട്ടെ. നമ്മൾ പഴയ നിയമത്തിൽ വരുമ്പോൾ അത് ദശാംശത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്നുള്ള കാര്യം പുതിയ നിയമത്തിൽ പറയുന്നില്ല. ഓരോരുത്തരും അവന്റെ പ്രാപ്തിക്ക് അനുസരിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബുക്ക് പാസ് ചെയ്യുമ്പോൾ അത് നിർബന്ധത്തോടെ അതിൽ എഴുതിയേ പറ്റത്തുള്ളൂ. അതിൽ കൂട്ടായ്മ കാണിക്കാതിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോ ഇന്നുള്ള ഈ ബുക്ക് പാസ് ചെയ്യാതെ കൂട്ടായ്മ കാണിക്കണമെന്ന് പറയുമ്പോൾ ചിലരൊക്കെ അതിനോട് യോജിക്കാതിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യോജിക്കാതിരിക്കുന്നത്, എന്നാൽ അത് ഒരു മാതൃകയുള്ള ഒരു കാര്യമായിട്ട് ഇരിക്കുന്നില്ല. നമ്മൾ അതിന് മാതൃക കാണിക്കുമ്പോൾ നമ്മൾ കാണിച്ച മാതൃക മറ്റുള്ളവർ പിൻപറ്റണം. നമ്മൾ അതിൽ മാതൃക കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരും മാതൃക കാണിക്കത്തില്ല. അത് വിശേഷാല് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യത്തിനും അവർ മാതൃക തന്നെ കാണിക്കണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ അതിൽ മാതൃക കാണിക്കത്തുള്ളൂ. ഞാനൊരു ഉദാഹരണമായിട്ട് കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് നമ്മളെ നടപ്പിലായാലും നമ്മുടെ വിശ്വാസത്തിലായാലും സഭയിൽ സഭായോഗങ്ങൾക്ക് വരുന്നതിലായാലും അവിടെ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളായിരുന്നാലും അതിനൊക്കെ നമ്മളൊരു മാതൃക ഉള്ളവർ ആയിരിക്കണം. ഞാൻ പലപ്പോഴും അനൗൺസ്മെന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സമയത്തിന് വരണം,
അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിലൊക്കെ ഇരിക്കണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എന്നാൽ ഞാനത് പറയുമ്പോൾ തന്നെ അത് എൻ്റെ ജീവിതത്തിൽ ഞാനത് മാതൃകയാക്കിയിട്ട് വേണം മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളോട് അത് പറയുവാൻ. അല്ലെങ്കിൽ ഞാൻ മാതൃകയാക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമില്ലാത്ത ഒരു കാര്യമായിട്ട് തീരും, മറ്റുള്ളവർ അനുകരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മാതൃകയാക്കി കാണിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ളവരെ നമ്മൾ ഇതിനായിട്ട് നിർബന്ധിക്കുവാൻ. ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ ഉത്സാഹം നമ്മൾ വായിച്ചല്ലോ 3:8 സൽപ്രവർത്തികൾക്ക് ഉത്സാഹം ഉള്ളവർ ആയിരിപ്പിൻ അല്ലെങ്കിൽ ഉത്സാഹികൾ ആയിരിപ്പിൻ എന്നുള്ള വാക്യം നമ്മൾ വായിച്ചു. ഈ ഉത്സാഹം അത് വർദ്ധിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഉത്സാഹം വർദ്ധിച്ചു വരണം. ഈ ഉത്സാഹം ഇത് എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? എനിക്ക് ഉത്സാഹമുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ ഇത് വർദ്ധിച്ചു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. നമ്മൾ പലപ്പോഴും ഈ ഉത്സാഹം വർദ്ധിക്കാത്തതിന് കാരണം, അതിന്റെ ഒരു കാരണം ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 10-ന്റെ-24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 10-ന്റെ-24. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യം, സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഈ സ്നേഹം വർദ്ധിക്കുന്നതിനും ഉത്സാഹം വർദ്ധിക്കുന്നതിനും ഉള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, സഭായോഗങ്ങൾ ഇത് ശ്രദ്ധിച്ച് നമ്മൾ ഇത് ചിന്തിക്കണം, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവർത്തികളും ഉത്സാഹം വർദ്ധിക്കണം. അപ്പം ഈ സഭായോഗം ഉപേക്ഷിക്കുന്നവർക്ക് ഉത്സാഹക്കുറവ് ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് സ്വയം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. സഭായോഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഉത്സാഹവും സ്നേഹവും വർദ്ധിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഈ ഉത്സാഹവും സ്നേഹവും വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം, നമ്മൾ സഭായോഗങ്ങളിൽ മുടങ്ങാതെ അല്ലെങ്കിൽ എല്ലാ സഭായോഗങ്ങളിലും അതിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരുന്നാൽ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും ഉത്സാഹവും എല്ലാം വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. വെറുതെ ഞായറാഴ്ച വേണ്ടി മാത്രം ആരാധന യോഗത്തിന് വന്നിട്ട് മറ്റുള്ള സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിച്ച് അല്ലെങ്കിൽ അതിന് കടന്നു വരാതെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിശ്വാസവും വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും എല്ലാം കുറഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാൻ തുറന്നു പറയുകയാണ്, ഈ ഞായറാഴ്ച സഭായോഗം അല്ലെങ്കിൽ ആരാധന യോഗം മാത്രമേ അത് സഭായോഗം മാത്രമായിട്ടുള്ളൂ, ബാക്കിയുള്ള കൂടിവരകളൊന്നും അത് സഭായോഗങ്ങൾ അല്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിന് വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം തണുത്തു പോകുവാനും ഉത്സാഹം കുറഞ്ഞു പോകുവാനും നല്ല പ്രവർത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകൾ അസ്തമിച്ചു പോകുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരു സഭയെ സംബന്ധിച്ച് അവിടെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഒന്നുകൂടി പറയുന്നു, ഒരു സഭയെ സംബന്ധിച്ച് അവിടെ ആരാധന യോഗമുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കൂടി വരുന്നവരാണ്. അവിടെ ആരാധന യോഗമുണ്ട്. ആരാധന യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സൺഡേ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് സീനിയർ സൺഡേ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച ബൈബിൾ വചന പഠനമുണ്ട്. വ്യാഴാഴ്ച കോട്ടേജ് മീറ്റിംഗ്, പ്രാർത്ഥനാ കൂടിവരവ്, ഇങ്ങനെയുള്ള പലതായിട്ടുള്ള കൂടിവരവുകളുണ്ട്. ഇതെല്ലാം സഭായോഗം തന്നെയാണ്. ഈ ആലോചന കൂടിവരവ് അത് സഭായോഗമാണോ? സഹോദരന്മാര് ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം 3 മാസത്തിലൊരിക്കൽ ഈ ആലോചനാ യോഗങ്ങളായിട്ടൊക്കെ ചിലപ്പോൾ കൂടി വരാറുണ്ട്. അത് സഭയുടെ കൂടിവരവാണോ? ആണ്, തീർച്ചയായിട്ടും അതും സഭയുടെ കൂടിവരവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൂടിവരവുകൾക്ക് അതില് അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉത്സാഹം കുറഞ്ഞു പോകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
അപ്പോൾ നമ്മൾ സ്വയം പരിശോധിക്കുക. ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു കൂടിയരവിന് മാത്രം കടന്നു വന്ന് ബാക്കിയൊന്നിനും സംബന്ധിക്കാതിരിക്കുന്നവരുടെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് ഉത്സാഹം കാണുവാനുള്ള സാധ്യതയില്ല. അവർ സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാധ്യതകൾ അവരുടെ ജീവിതത്തിൽ ഇല്ല. ഞാൻ പറയുന്നത് ഒരു കാരണവുമില്ലാതെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും സഭയിൽ കടന്നു വന്ന് കൂടിയരകൾ പങ്കെടുക്കാത്തവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും പലവിധമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ സഭായോഗങ്ങൾക്ക് വരാതിരിക്കുന്നത് അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ക്ഷീണക്കുറവ് ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മള് തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ 3:1 പറയുന്നു, സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കണം. സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കണം. ഈ വാക്യം വായിച്ചപ്പോഴ് എന്റെ മനസ്സിലൂടെ ഇതിനോടനുബന്ധിച്ച് എന്റെ മനസ്സിൽ ചിന്ത വന്ന ഒരു കാര്യമാണ്, സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ് ഈ മരണം എന്നുള്ളത്. ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മരണം. ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ അവരൊക്കെ നമ്മൾ വേർപാടിന്റെ അതിലോട്ട് കടന്നു പോകുമ്പോൾ അത് പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻകൂർ തീയതിയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്നാൽ ഈ മരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് രാത്രി ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നമുക്ക് വേണ്ടപ്പെട്ടവർ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ അത് പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണല്ലേ, പ്രതീക്ഷിക്കാതെ കിട്ടുന്ന നമുക്കൊരു അറിവ്. അപ്പോ ഒരു മരണം സംഭവിക്കുമ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഒരു മരണം സംഭവിക്കും, ആ വീട്ടിൽ കടന്നു പോകണം, ദുഃഖത്തിലായിരിക്കുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ആ ബോഡിക്ക് മോർച്ചറിയിലാണെങ്കിൽ അവിടെ കൊണ്ടുപോകണം. പിന്നെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോൾ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ ഒരു സൽപ്രവൃത്തിയുടെ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളതായിരിക്കണം. അതായത് രാവിലെ ആയാലും രാത്രി ആയാലും ഏത് അസമയത്ത് ആയിരുന്നാലും ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവർ ആയിരിക്കണം. ഈ വാക്യം വായിച്ചപ്പോൾ ഇതാണ് എന്റെ ചിന്തയിൽ വന്നത്. അല്ലാതെ ഒരു ഒരുക്കമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഏത് സമയത്തും നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ഒരുങ്ങി ഇരിക്കണം. നമ്മള് തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ 3-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാർ ആയിരിക്കാൻ പഠിക്കട്ടെ. ഞാൻ വളരെയധികം ചിന്തിച്ചു, എന്താണ് ഈ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കാനായിട്ട് സാധിക്കുന്നത്? സൽപ്രവർത്തികൾക്കൊക്കെ ഒരുങ്ങിയിരിക്കണം, ശുഷ്കാന്തിയൊക്കെ കാണിക്കണം. എന്നാൽ ഈ വാക്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യ സംഗതികളിൽ നമ്മൾ സൽപ്രവർത്തി കാണിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി. ചില സമയങ്ങളിലൊക്കെ ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ സഹോദരന്മാരൊക്കെ ഒരു ഞെരുക്കത്തിലൂടെയൊക്കെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പലവിധമായിട്ടുള്ള ഞെരുക്കം, ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കമായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോകുന്ന ഒരവസ്ഥ ചില കുടുംബങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാകും. എന്നാൽ ആ ഞെരുക്കത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിലൂടെ പോകുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ ഒരു സൽപ്രവൃത്തിയായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ ആ കുടുംബത്തിലെ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ആ സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചിലപ്പോൾ ആ ഭവനത്തിന് വേണ്ടിയിരിക്കും. എന്നാൽ ആ അവസരങ്ങളിലൊക്കെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് നമ്മൾ മുമ്പന്മാർ ആയിരിക്കണം. അതാണ് അത്യാവശ്യ സംഗതി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ വരുന്ന കാര്യമാണല്ലോ, ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ വരുന്ന ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു ആവശ്യങ്ങളൊക്കെ ഞാൻ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു സൽപ്രവർത്തിക്ക്
ഉത്സാഹം അല്ലെങ്കിൽ ആ സൽപ്രവൃത്തിയുടെ ബോധ്യം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കുവാനുള്ള സാധ്യത നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മള് കൂടാതെ തന്നെ തിമത്യോസിന്റെ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. തിമത്യോസിന്റെ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്. മതി. അവിടെ പറയുന്ന ഒരു വാക്യമാണ് സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സൽപ്രവർത്തികളിൽ സമ്പന്നരും ദാനശീലരും ഉണ്ടാകണം. അതായത് ഈ ദാനശീലർ ആകണമെങ്കിൽ നമ്മൾ സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ദാനശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. മറ്റവർക്ക് നന്മ ചെയ്യുക, ദാനം ചെയ്യുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്ത് അത് ദാനമായി, അവിടെ എന്താ പറയുന്നത്, ദാനശീലരും ഔദാര്യമുള്ളവരുമായിട്ട് തീരും. അപ്പോൾ ഇത് ക്രമേണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദാനശീലരും ഔദാര്യമുള്ളവരുമായിട്ട് ഒരിക്കലും സൽപ്രവർത്തികൾ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ ഒരു മനോഭാവത്തിലൂടെ കടന്നു വരുവാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ അത് തന്നെയാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ സൽപ്രവർത്തികൾ സമ്പന്നരായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദാനം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ വർദ്ധിച്ചു വരണമെന്നാണ് ഇവിടെ തിമത്യോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ പുതിയ നിയമത്തിൽ തന്നെ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ അവിടെ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ അവിടെ വരുമ്പോൾ യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്നുള്ള പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവൾ ആയിരുന്നു. ഈ സഹോദരിയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. തബീത എന്ന ഒരു ശിഷ്യ, ഒരു സഹോദരിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സൽപ്രവർത്തികളും ദാനശീലരും എല്ലാം ചെയ്യുവാനുള്ള എല്ലാ സാവകാശമുണ്ട്. അപ്പോൾ ഇവിടെ തബീതയെ കുറിച്ച് പറയുന്നത് അവൾ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവൾ ആയിരുന്നു. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ തബീതയെ കുറിച്ച് ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കൂടാതെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം യേശു കർത്താവിന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു. അവൾ ഔദാര്യമായിട്ട് കൊടുത്തു. അവൾ ദാനം ചെയ്തു കർത്താവിന് വേണ്ടിയിട്ട്. ആ ഒരു വലിയൊരു ചിലവേറിയ ഒരു കാര്യം അവൾ അവിടെ കർത്താവിന് വേണ്ടിയിട്ട് ദാനം ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു അവളോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം അനുകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കർത്താവ് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞാന് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സഹോദരി, നമ്മള് ഇത് അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയാണോ ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മള് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, സകല സൽപ്രവർത്തിയിലും പെരുകി വരണം. നമ്മൾ നേരത്തെ പറഞ്ഞു സമ്പന്നരായി വരണം, ദാനശീലരും സമ്പന്നരുമായിട്ട് വരണം. ഇവിടെ പറയുന്നു സൽപ്രവർത്തിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം, അല്ലെങ്കിൽ അതിനെ പെരുകി വരണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് നാൾതോറും അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സകല സൽപ്രവർത്തികളും നിങ്ങൾ പെരുകി വരണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സൽപ്രവർത്തികളിൽ നിങ്ങൾ വ്യാപരിക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സൽപ്രവർത്തികളിൽ നിങ്ങൾ സ്ഥിരപ്പെടണം. സ്ഥിരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ സൽപ്രവർത്തി എന്നുള്ള ഒരു കാര്യം. അതിൽ നിങ്ങൾ സ്ഥിരപ്പെട്ടു വരണം.
കൂടാതെ തന്നെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സൽപ്രവൃത്തിയെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള പദവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ അനേക വാക്യങ്ങള് ഈ സൽപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പഴയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഞാൻ പുതിയ നിയമത്തിൽ നിന്നാണ് അല്പമായിട്ടുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിന് ഇത്രയധികം പ്രാധാന്യം വേദപുസ്തകം കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ട് വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കുക, ഞാൻ സൽപ്രവർത്തികൾ മുമ്പന്മാരായിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്തു വരുന്ന ഒരു കാര്യമാണോ? ഇത് നമ്മൾ സ്വയം ചിന്തിക്കുകയും ഇത് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടിരിക്കണം. വെറുതെ നമ്മൾ കേട്ട് കാര്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം എനിക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തി ചെയ്യാതെ മാറി നിൽക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമല്ല. സൽപ്രവർത്തികൾ നമ്മൾ അതിൽ മുമ്പന്മാരായിരിക്കണം, അതിൽ ദാനശീലർ ആയിരിക്കണമെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. എന്നാലേ നമ്മൾ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈ സൽപ്രവർത്തികൾക്ക് മാതൃക കാണിക്കുക, അതാണല്ലോ നമ്മുടെ പ്രധാനമായിട്ടുള്ള വിഷയം. അതില് ഞാൻ ഈ വാക്യം ചിന്തിച്ചു വന്നപ്പോൾ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, തീത്തോസ് എഴുതിയ ലേഖനത്തിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ 5 പ്രാവശ്യം 5 വാക്യങ്ങളിൽ ഈ സൽപ്രവർത്തികൾ എന്നുള്ള പദം നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ചിന്തിച്ചപ്പോൾ ഈ 5 കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് പഴയ നിയമത്തിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിലോട്ട് നമുക്കൊന്ന് കടന്നു വരാം. നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, സൽപ്രവർത്തികൾക്ക് മാതൃകയുള്ളവനായിട്ട് കാണിക്കണം. 2, സൽപ്രവർത്തി ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. 3, സൽപ്രവർത്തിക്ക് ഒരുക്കം ഉണ്ടായിരിക്കണം. 4, സൽപ്രവർത്തിക്ക് ഉത്സാഹി ആയിരിക്കണം. 5, സൽപ്രവർത്തികൾക്ക് മുമ്പന്മാർ ആയിരിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവിന്റെ പ്രധാന ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നെഹമ്യാവിന്റെ ആ അധ്യായത്തിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് യെരുശലേമിന്റെ മതിൽ പണിയോടുള്ള ബന്ധത്തിലാണല്ലോ. ഈ നെഹമ്യാവിന്റെ ആ അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. 3 തൊട്ടൊന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. മതി. അപ്പോൾ അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യത്തിലാണ് വായിച്ചത്. അതായത് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ ഈ ഒരു കാര്യം നെഹമ്യാവിനെ വന്ന് അറിയിക്കുകയാണ്. യെരുശലേമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവിടെ നെഹമ്യാവിനെ വന്ന് അറിയിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിന്റെ തൊട്ട് അടുത്ത വാക്യത്തിൽ ഈ നെഹമ്യാവിന്റെ പ്രതികരണത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിപ്പോൾ വായിച്ചതാണ്. 4-ാമത്തെ വാക്യത്തില്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം നെഹമ്യാവിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലോട്ട് ഇത് വന്നപ്പോഴേ, ഇത് കേട്ടപ്പോ നെഹമ്യാവിന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണത്തെ കുറിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ നെഹമ്യാവിന് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ് നെഹമ്യാവിന്റെ പ്രതികരണം. നെഹമ്യാവിന് ഒരു ആവശ്യബോധം തന്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഈ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഈ സൽപ്രവൃത്തി, യെരുശലേം മതിൽ ശരിയാക്കുക അല്ലെങ്കിൽ അത് പണിയുക എന്നുള്ള ഒരു സൽപ്രവൃത്തി
അത് തനിക്കൊരു ആവശ്യബോധമായിട്ട് തനിക്ക് ഉണ്ടായതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു ആവശ്യബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ ദൈവത്തോട് കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ആ വിഷയത്തെ ഓർത്ത് താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതിന്റെ ആ ഒരു ആവശ്യം ദൈവസന്നിധിയിൽ ദൈവത്തോട് അവൻ ആദ്യമായിട്ട് ചെയ്ത് ദൈവത്തോട് അറിയിച്ചു. അപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയെ കുറിച്ച് ആവശ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ആവശ്യബോധം നമ്മുടെ അല്ലെങ്കിൽ എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആവശ്യബോധം അത് ദൈവത്തോട് അറിയിക്കണം. അത് ആവശ്യബോധം എന്ന് പറയുന്നത്, ആ വിഷയം എന്ന് പറയുന്നത് ഏത് വിഷയമോ ആയിക്കൊള്ളട്ടെ, ഇവിടെ നെഹമ്യാവിന്റെ ജീവിതത്തിൽ മതിൽ പണിയുക എന്നതുള്ളതാണ് തന്റെ ആവശ്യബോധമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രവൃത്തി, ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യണം എന്നുള്ളൊരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാൽ അത് ദൈവത്തോട് നാം അത് അറിയിക്കുക, ദൈവത്തോട് സമർപ്പിക്കുക. അതാണ് ഇവിടെ നെഹമ്യാവ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സഭയെ സംബന്ധിച്ച് അനേകം പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തോടൊക്കെ ഈ ഒരു ആവശ്യവും മനോഭാവവും എന്റെ ജീവിതത്തിൽ വരാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു നല്ല പ്രവൃത്തി ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ മനോഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആ വിഷയത്തെ കുറിച്ച് സമർപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. സൽപ്രവർത്തികൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ആ കാര്യങ്ങൾ അറിയിക്കുക, ദൈവത്തോട് ആ കാര്യങ്ങൾ സമർപ്പിക്കുക. കൂടാതെ തന്നെ താന് എന്ത് പ്രവൃത്തിയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം തനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2-ാമത്തെ അധ്യായത്തിലോട്ട് വരാം. നെഹമ്യാവ് 2-ന്റെ 5 നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. നെഹമ്യാവ് 2-5. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. ഓക്കെ, അപ്പോ അവിടെ ഒരു ആവശ്യബോധം തനിക്ക് ഉണ്ടാവുകയാണ് അല്ലെ. അപ്പോൾ അവിടെ നെഹമ്യാവിന് അറിയാം തന്റെ ആവശ്യബോധം എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് എന്നെ അയക്കേണമേ. അപ്പോൾ യെരുശലേമിന്റെ ആ ഒരു അവസ്ഥ, അത് തകർന്നു കിടക്കുകയാണ്. അവിടെയുള്ള കല്ലറകളൊക്കെ അത് സ്ഥാനഭ്രംശം പറ്റിക്കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കുക എന്നുള്ളൊരു ആവശ്യബോധം നെഹമ്യാവിന് ഉണ്ടായി. ആ ഒരു ആവശ്യബോധം അത് അറിഞ്ഞപ്പോൾ അതിനോട് പ്രതികരിക്കാതെ നെഹമ്യാവ് അവിടെ മാറി നിന്നില്ല. നെഹമ്യാവിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളൊക്കെ അല്ലേ അവിടെ കിടക്കുന്നത്, അതൊക്കെ ഇനി എന്റെ മരണശേഷം ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളും, അതെന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ നെഹമ്യാവിന് ചിന്തിക്കാമായിരുന്നു. അത് ഇനിയുള്ള തലമുറകളൊക്കെ അതൊക്കെ അങ്ങ് ചെയ്തുകൊള്ളും, അതെനിക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നിങ്ങനെയൊക്കെ നെഹമ്യാവിന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ ഇത് ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ദൗത്യം അത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഈ നെഹമ്യാവിന് ഉണ്ടായി. അവിടെ പ്രവർത്തിക്കാതെ അതിൽ നിന്ന് മാറി നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പൊതുവായിട്ടുള്ള സഭയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഒരു നല്ല പ്രവൃത്തി ദൈവം ചെയ്യണമെന്ന് അത് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അതിനോട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് അതിനോട് പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി അതിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രവർത്തികൾ എന്നെ കൊണ്ട് ചെയ്യുവാനായിട്ട് അതിൽ സാധിക്കുമോ എന്നുള്ളൊരു ആവശ്യബോധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് ഉണ്ടായിരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞ ദൈവം വേറെ ഉള്ളവരെ എടുത്ത് ഉപയോഗിക്കും, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നെഹമ്യാവിന്റെ ജീവിതത്തിൽ താൻ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ ഒരു വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു ഭാരം ഉണ്ടായിരിക്കണം. ഭാരം ഇല്ലാതിരിക്കാന്നിടത്തോളം എനിക്ക് ആ വിഷയത്തോട് പ്രതികരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. നെഹമ്യാവിന് ഈ ഒരു വലിയൊരു വിഷയത്തെ കുറിച്ച് തനിക്കൊരു ഭാരമുണ്ടായിരുന്നു.
ഇത് ശരിയാക്കണം, അല്ലെങ്കിൽ ഇത് നേരെയാക്കണം, ഈ മതിൽ പണിയണം എന്നുള്ള ഒരു ആത്മഭാരം ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ നെഹമ്യാവിന് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മൾ നെഹമ്യാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വേറൊരു കാര്യം പറയുന്നു. നെഹമ്യാവ് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നെഹമ്യാവ് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ആക്ഷൻ. പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ നെഹമ്യാവ്. എന്തുകൊണ്ടാണ് നെഹമ്യാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നെഹമ്യാവ് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവ് 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യം. അന്നു മുതൽക്ക് എന്റെ ഭൃത്യന്മാരിൽ പാതിപേർ വേലയ്ക്ക് നിന്നു, പാതിപേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹളം ഊതുന്നവർ എൻ്റെ അടുക്കൽ തന്നെ ആയിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, വേല വലിയതും വിശാലമായതും ആകുന്നു. നാം മതിലിന്മേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പണി നടത്തി. പാതിപേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നക്ഷത്രം പ്രകാശിക്കുന്നതുവരെ കുന്തപ്പിടിച്ചു നിന്നു. ആ കാലത്ത് ഞാൻ ജനത്തോട്, രാത്രിയിൽ നമുക്ക് കാവലിലും പകൽ വേല ചെയ്യുന്നതിനും ഉതകത്തക്കവണ്ണം ഓരോരുത്തരും താന്താന്റെ വേലക്കാരനുമായി യെരൂശലേമിലേക്ക് പാർക്കണം, യെരൂശലേമിനകത്ത് പാർക്കണം എന്ന് പറഞ്ഞു. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്ത് കൂടെയും ആയുധം ധരിച്ചിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് നെഹമ്യാവും കൂട്ടരും മതിൽ പണിയുന്നതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, നെഹമ്യാവ് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതായത് ഈ ആവശ്യബോധം തനിക്ക് അറിഞ്ഞു, താൻ ദൈവത്തോട് അറിയിച്ചു, പ്രാർത്ഥിച്ചു. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. തന്നെ കൊണ്ട് ഈ ഒരു വേലയ്ക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും അത് താൻ പ്രവൃത്തിയിലൂടെ ഇവിടെ കാണിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവസേനയിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഭൂരിപക്ഷം സമയത്തും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം നിൽക്കുന്നു. ആ ഒരു കാര്യം പ്രവൃത്തിയിലോട്ട് നമ്മളിൽ നിന്നും വരുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ ഒരു ആവശ്യബോധം ദൈവത്തോട് ഞാൻ പ്രാർത്ഥനയിലൂടെ അറിയിക്കുമ്പോൾ എൻ്റെ ആ ഒരു വിശ്വാസം പ്രവൃത്തിയിലൂടെ പുറത്തു വരണം. അതാണ് സൽപ്രവൃത്തിയായിട്ട് പുറത്തു വരേണ്ടത്. അല്ലാതെ ആ ഒരു ആവശ്യബോധത്തോട് പ്രതികരിക്കാതെ പ്രാർത്ഥന മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എന്നെ കൊണ്ട് ആ കാര്യത്തോട് പ്രാർത്ഥനയിൽ അപ്പുറമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? ഓരോരുത്തർക്കും പല നിലയിലായിരിക്കുമല്ലോ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു കാര്യം ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ നെഹമ്യാവിനെ കുറിച്ച് പറയുന്നത്, അവൻ മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിക്കുന്ന ഒരു ഊഴിയ വിചാരകൻ ആയിരുന്നില്ല നെഹമ്യാവ്. മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിക്കുന്ന ഒരു ഊഴിയ വിചാരകൻ ആയിരുന്നില്ല നെഹമ്യാവ്. ഈ നെഹമ്യാവിനെ കുറിച്ച് ശൂഷൻ രാജധാനിയിൽ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു, അല്ലെ? അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തനിക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കായിരുന്നു. തന്നെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഈ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഈ നെഹമ്യാവിന് പറയാമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ തന്റെ വേലക്കാരോടൊത്ത് ചേർന്നുകൊണ്ട് ഈ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് താൻ ഇറങ്ങുകയാണ്. അവനൊരു ഊഴിയ വിചാരകൻ ആയിരുന്നില്ല. നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന ടാസ്ക് മാസ്റ്റർ എന്നൊക്കെ ഉള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വേലക്കാരോട് കൂടി ഇറങ്ങി ആ ഒരു വേല നിവർത്തിക്കുവാനായിട്ട് നെഹമ്യാവിന് സാധിച്ചു. ഈ ഒരു ധീരനായിട്ടുള്ള ഒരു നേതാവായിട്ടും കൂടി നമുക്ക് നെഹമ്യാവിനെ കാണുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ആ വാക്യത്തിന്റെ അവസാനം വായിച്ചതാണ്, സഹോദരന്മാരോട് ചേർന്ന് ഈ ഒരു വേലയ്ക്കായിട്ട് നെഹമ്യാവ് തന്നെ സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
നെഹമ്യാവ് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ പ്രവർത്തിക്കണം. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് പ്രവൃത്തിയിലൂടെ തന്നെ വരണം, പ്രവർത്തിക്കണം. അല്ലാതെ അത് വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ട് തീരുവാനായിട്ട് പാടില്ല. കൂടാതെ തന്നെ ഈ നെഹമ്യാവിനെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യമാണ്, ഹി വാസ് എ മാൻ ഓഫ് സെൽഫ് ഡിനയൽ. നെഹമ്യാവ് സ്വയത്യാഗിയായ ഒരുവനായിരുന്നു. ഈ ഒരു വലിയ വേല, ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നെഹമ്യാവ് ഇറങ്ങി തിരിച്ചപ്പോൾ ചില ത്യാഗങ്ങളൊക്കെ ഈ നെഹമ്യാവിന് സഹിക്കേണ്ടി വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഈ നെഹമ്യാവിന്റെ പൊസിഷനെ കുറിച്ച് തന്നെ നോക്കാം. അവൻ ശൂഷൻ രാജധാനിയിലായിരുന്നു, രാജാവിനോടൊപ്പമായിരുന്നു. ആ പൊസിഷനൊക്കെ മാറ്റിവെച്ച് ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അവൻ ഈ വേലയിലേക്ക് ഇറങ്ങി തിരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ചില നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ചില ത്യാഗങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരും. അത് ഒരു നിലയിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വിധങ്ങളായിരിക്കും. ചില ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതം ചിലപ്പോൾ സമയത്തിൻ്റെതായിരിക്കും, ചില മറ്റു ബുദ്ധിമുട്ടുകളായിരിക്കും, ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. നമ്മള് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള വേലകൾ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പരസ്യയോഗങ്ങളൊക്കെ ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ വന്നതാണ്. പരസ്യയോഗങ്ങളൊക്കെ നടക്കുവാനായിട്ട് ഇടയായി. ഈ പരസ്യയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ വളരെയധികം അധ്വാനമുണ്ട്. വെറുതെ ചെന്ന് നിന്ന് അവിടെ വചനം സംസാരിക്കുകയല്ല ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയും ചില സമയങ്ങളൊക്കെ ഇതിനു വേണ്ടി ചെലവിടുകയും ഇതിനു വേണ്ടിയിട്ട് ചില ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് സഹിക്കേണ്ടി വരും. വെയിലാണെങ്കിൽ വെയിൽ കൊള്ളണം, മഴയാണെങ്കിൽ മഴ കൊള്ളണം. ഇങ്ങനെയുള്ള ചില പ്രതികൂല അവസ്ഥകളൊക്കെ, ചില ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹിച്ചാൽ മാത്രമേ ആ ഒരു വേല നിവർത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ തികയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നെഹമ്യാവിനെ സംബന്ധിച്ച് നെഹമ്യാവ് ആ ഒരു വലിയ പൊസിഷനിൽ നിന്ന് അവൻ താഴേക്ക് വേലക്കാരോടൊത്ത് അവൻ ഇറങ്ങി വന്നു. അവൻ ഒരു സ്വയത്യാഗിയായിട്ട് ആ ഒരു വേലയിലോട്ട് ഇറങ്ങി വരുവാനായിട്ട് അവൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അവൻ ഇറങ്ങി വന്നു. തന്റെ സുഖ സൗകര്യങ്ങളൊക്കെ അവൻ ഉപേക്ഷിച്ചു. അവൻ ആ രാജധാനിയിലായിരുന്നപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും തനിക്ക് ഉണ്ടായിരുന്നു. ആ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് താൻ ഈ ഒരു വലിയ വേലയ്ക്കായിട്ട് താൻ യെരുശലേമിലേക്ക് ചെന്ന് ഒരു കൂലിക്കാരനെ പോലെ അവിടെ അവൻ വേല ചെയ്തത്. നമ്മള് 5:14 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, താനും തന്റെ സഹോദരന്മാരും അവിടെ കൂലി വാങ്ങാതെ പണി ചെയ്തു എന്നുള്ള പ്രയോഗമൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായത് ആ വേല ചെയ്തപ്പോൾ യാതൊരു പ്രതിഫലവും അല്ലെങ്കിൽ മാനുഷികമായിട്ട് കിട്ടാവുന്ന യാതൊരു പ്രതിഫലമോ ഒരു കൂലിയോ താൻ അത് ലഭ്യമാക്കാതെ ആ ഒരു ശുശ്രൂഷയിൽ താൻ വ്യാപരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ പുതിയ നിയമത്തിൽ വരുമ്പോൾ വായിക്കുന്നുണ്ടല്ലോ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. എന്നാൽ ആ കൂലിയൊക്കെ താനും തന്റെ സഹോദരന്മാരും വേണ്ട എന്ന് വെച്ച് ദൈവം തനിക്ക് ഏൽപ്പിച്ച ആ ഒരു വലിയൊരു മഹത്തരമായിട്ടുള്ള ആ ഒരു പണിയിലേക്ക് താനും തന്റെ സഹോദരന്മാരും ഇറങ്ങി ചെന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് ഈ സൽപ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചിലർ നിരുത്സാഹപ്പെടുത്തുവാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ട് സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യുവാനായിട്ട് തീരുമാനിക്കുകയും അതിലോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇതിനെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട്. നമ്മളത് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് പഠിക്കുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. 4:1 മുതൽ 4 വരെ ആ വാക്യത്തിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 4:1 മുതൽ 4 വരെ. ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമര്യാ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ
അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാർ ആയിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. ഇവിടെ ചില പരിഹാസ കാര്യങ്ങളും ചില നിരുത്സാഹപ്പെടുത്തലൊക്കെ ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അവിടെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് സൻബല്ലത്ത്, തോബിയാവ്, പിന്നെ ആരാവുന്ന ഗേശം അല്ലേ, ഈ 3 കൂട്ടരും അവിടെ വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ ചെയ്തത്, നെഹമ്യാവും കൂട്ടരും ഈ മതിൽ പണിയുന്നു, യെരൂശലേം മതിൽ പണിയുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഇവരുടെ പ്രതികരണമാണ് അവിടെ പറഞ്ഞത്. അവർ മഹാകോപവും മഹാരോക്ഷവും അവർക്കുണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, പരിഹസിക്കുകയാണ്, ഈ ദുർബലന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു. ഒരു ദിവസം എന്നിട്ട് കളിയാക്കി പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് ഇത് പണി ചെയ്ത് തീർക്കുമായിരിക്കും അല്ലെ, ഒരു ദിവസം കൊണ്ട് ഇതങ്ങ് പണി ചെയ്ത് തീർക്കുമായിരിക്കും. കൂടാതെ തന്നെ വീണ്ടും പറയുകയാണ്, വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ, കല്ല് ജീവിപ്പിക്കുമോ. എന്നിട്ട് ഇതൊക്കെ പറയുന്നത് ആരടുത്താ പറയുന്നത്? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് തന്റെ സഹോദരന്മാർ കേൾക്കെ എന്നുള്ളൊരു പദം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 3:2 അവസാനമാണ്. തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള നിരുത്സാഹപ്പെടുത്തലുകൾ ചിലരൊക്കെ പറയുവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള വലിയ വേലകളിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അത് എന്ത് വേലയായിക്കൊള്ളട്ടെ, അതിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലരൊക്കെ നിരുത്സാഹപ്പെടുത്തും, പരിഹസിക്കും, നിന്ദിക്കും. അത് മറ്റുള്ളവർ കേൾക്കെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ നെഹമ്യാവിന്റെ ജീവിതത്തോടുള്ളത്. നെഹമ്യാവിനെയും കൂട്ടുകാരെയും ഇവിടെ പരിഹസിച്ചതായിട്ട് അവിടെ കാണുന്നു. കൂടാതെ തന്നെ ഞാൻ പെട്ടെന്ന് പോട്ടെ, അവിടെ തോബിയാവ് ഒരു പരിഹാസ വിഷയം പറയുകയാണ്. ഈ നെഹമ്യാവിനെയും കൂട്ടരെയും കുറിച്ച് തോബിയാവ് ഒരു പരിഹാസം പറയുകയാണ്. എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും. ഒരു കുറുക്കൻ കയറിയാൽ ഇതൊക്കെ പൊളിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ. ഇവരെത്ര പണിതാലും ഒരു കുറുക്കൻ കയറി കഴിഞ്ഞാല് ഇതങ്ങ് പൊളിഞ്ഞ് താഴെ വീഴും. പരിഹാസത്തോടെ പറയുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ കുറുക്കനെ ഇവിടെ ഉപമിച്ച് പറഞ്ഞത്? ഈ കുറുക്കൻ കയറിയിട്ട് ഇതെന്ത് ചെയ്യുവാണ്, ഈ മതിൽ എങ്ങനെയാണ് ഇടിഞ്ഞു വീഴുന്നത്? ഞാൻ ഈ കുറുക്കന്റെ സ്വഭാവത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഈ കുറുക്കന്റെ സ്വഭാവം എന്താണ്? ഈ കുറുക്കന്റെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് ഈ കുറുക്കൻ ഒരു നിരുത്സാഹിയാണ്. ഒരു ഉത്സാഹവും ഇല്ലാത്ത ഒരു സ്വഭാവം ഉള്ളവനാണ് ഈ കുറുക്കൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ നിരുത്സാഹി എന്ന് പറയുന്നത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കുകയില്ല. എന്ത് നന്മ ചെയ്യാൻ പോയാലും അതിനെ നിരുത്സാഹപ്പെടുത്തുക, അത് ഈ കുറുക്കന്റെ ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരൊക്കെ വേട്ടയാടി മൃഗങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെയൊക്കെ മോഷ്ടിച്ച് എടുത്തുകൊണ്ട് വരിക, ഇതാണ് ഈ കുറുക്കന്റെ പണി എന്നുള്ള പറയുന്നത്. കൂടാതെ ഈ കുറുക്കൻ ഒരു കൗശലക്കാരനായിട്ടുള്ള ഒരു മൃഗമാണ്. കൂടാതെ സൂത്രശാലിയാണ് ഈ കുറുക്കൻ, സൂത്രശാലി. കൂടാതെ തന്നെ മറ്റുള്ളവരുടെ പുറകെ നടന്ന് പ്രവൃത്തി ചെയ്യുന്നവൻ, അതായത് മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ പുറകെ നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും, എന്നിട്ട് പഴിയും ദുഷിയെല്ലാം കേൾക്കുന്ന മുന്നേ പോകുന്ന ആ മൃഗങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സൂത്രശാലിയാണ് ഈ കുറുക്കൻ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ കുറുക്കനെ കുറിച്ച് പറയുന്നത് ആപത്തിൽ ചെന്ന് ചാടാതെ ലാഭം തട്ടിയെടുക്കുന്നതാണ്. അതും ഈ ഒരു കുറുക്കന്റെ സ്വഭാവമാണ്. കൂടാതെ തന്നെ ഇത് മനുഷ്യരെ വല്ലാതെ ഭയപ്പെടുത്തുന്നവരും മനുഷ്യരെ കണ്ടാൽ വേഗം ഓടി ഒളിക്കുന്ന സ്വഭാവമുള്ളവരുമാണ് ഈ കുറുക്കന്മാരെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ കുറുക്കന്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നതാണ് സന്ധ്യാസമയങ്ങളിൽ ഇത് ഓരിയിടും. അല്ലെ, എല്ലാരും കേട്ടിട്ടില്ലേ? സന്ധ്യാസമയങ്ങളിൽ ഓരിയിടുന്ന ഒരു സ്വഭാവം ഈ കുറുക്കനുണ്ട്. അതായത് ഈ വയറ് തിന്ന് തൃപ്തിയായി കഴിഞ്ഞാൽ ഇത് മറ്റുള്ള കുറുക്കന്മാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ. അപ്പൊ പൊതുവായിട്ടുള്ള സ്ഥലത്ത് കയറി ഇന്ന് ഇതങ്ങ് ഓരിയിടും, എല്ലാരെയൊക്കെ ഒന്ന് ഇതൊന്ന് അറിയിക്കും. ഇതൊക്കെയാണ് ഈ കുറുക്കന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറയാനൊരു ഉദ്ദേശിച്ചത്, അപ്പോ ഈ മതിൽ പണിയോടുള്ള ബന്ധത്തിൽ
ഇങ്ങനെയുള്ള ഈ അതാണ് കുറുക്കനെ കുറിച്ച് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. കുറുക്കൻ കയറിക്കഴിഞ്ഞാൽ ഇതൊക്കെ തകർന്ന് തരിപ്പണം ആകാവുന്നതേ ഉള്ളൂ. ഈ കുറുക്കനെ കുറിച്ച് ഞാനൊരു ചെറിയൊരു കഥ കൂടെ ഇതിനോടനുബന്ധിച്ച് എന്റെ ഓർമ്മയിലൊന്ന് പറയട്ടെ. ഈ കുറുക്കന്റെയും ഒട്ടകത്തിന്റെയും ഒരു കഥയുണ്ട്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കുറുക്കനും ഒട്ടകവും. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറുക്കൻ എന്ന് പറയുന്ന മഹാമടിയനാണ്. മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യാനും സമ്മതിക്കത്തില്ല, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഈ കുറുക്കന്റെ സ്വഭാവം. ഈ കുറുക്കന് സ്വയം ആഹാരം അന്വേഷിക്കുക. അതായത് ഒരു ദിവസം ഈ കുറുക്കന് ഒരു അഭിനയം നടത്തി. അതായത് തനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, നടക്കാനും വയ്യ, തനിക്ക് വേട്ടയാടാനും വയ്യ, ഒന്നിനും വയ്യ, താന് ഒരു അലസനായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അതുവഴി ഒരു ഒട്ടകം കടന്നു വന്നു. അപ്പോ ഈ ഒട്ടകം കുറുക്കന്റെ അടുത്ത് ചോദിച്ചു, അല്ലയോ കുറുക്ക, നീ എന്താണ് ഇങ്ങനെ അലസനായിട്ട് മടിയനായിട്ട് വയ്യാതെ ക്ഷീണിച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ കൈയും കാലുകളൊക്കെ തളർന്നിരിക്കുകയാണ്, എനിക്ക് സ്വയം ആഹാരം തേടി പോകാനൊന്നും സാധിക്കത്തില്ല, അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഈ കുറുക്കൻ ഒട്ടകത്തോട് പറഞ്ഞു. അപ്പൊ ഈ ഒട്ടകം പറഞ്ഞു, അതിനെന്താ, നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടകം ഇരുന്നു കൊടുത്തു. ഈ കുറുക്കൻ ചാടി ഒട്ടകത്തിന്റെ പുറത്തിരുന്നു. ഒട്ടകം യാത്രയുമായി. അപ്പം ഈ കുറുക്കൻ പുറത്തിരുന്ന് ചിന്തിക്കുകയാണ്, നല്ല സുഖ പണിയല്ലേ, മേലനങ്ങാതെ യാത്ര ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോ ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസം ഇതിങ്ങനെ ആവർത്തിച്ചു. ഒരു ദിവസം ഈ ഒട്ടകത്തിനറിയാം, ആ ഒരു കടവിന്, ഒരു നദിയുടെ അപ്പുറത്ത് ഒരു വലിയൊരു കരിമ്പിൻ തോട്ടം ഉള്ളതായിട്ട് ഈ ഒട്ടകത്തിന് മനസ്സിലായി. അപ്പം ഈ ഒട്ടകം കുറുക്കന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കരിമ്പ് തിന്നാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുറുക്കൻ പറഞ്ഞു, ഞാനും കൂടെ പറഞ്ഞ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഓ ശരി, സമ്മതിച്ചു. പുറത്ത് കയറി ആ നദി കടന്ന് ഈ ഒട്ടകം വെള്ളത്തിൽ കൂടെയൊക്കെ നീന്തുമല്ലോ, അങ്ങനെ നീന്തി അതിനപ്പുറം ചെന്നു. കുറുക്കൻ അവിടെ എത്തിയതും കരിമ്പിൻ തോട്ടം കണ്ടതും ഒട്ടകത്തിന്റെ പുറത്ത് ചാടി ഇറങ്ങി. അപ്പോഴവന് ഒരു അസുഖമില്ല, ചാടി ഇറങ്ങി നേരെ കരിമ്പിൻ തോട്ടത്തിലോട്ട് കയറി. അവിടെ കരിമ്പും തിന്ന് തുടങ്ങി, ഒട്ടകവും ഭക്ഷിച്ചു. അപ്പോഴാണ് ഒട്ടകത്തിന് മനസ്സിലായത്, ഈ കുറുക്കന് യാതൊരു കുഴപ്പവുമില്ല, ഇവൻ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന്. അപ്പോഴാണ് ഈ ഒട്ടകത്തിന് മനസ്സിലായത്. അങ്ങനെ തിന്ന് വയറെല്ലാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കുറുക്കന്റെ ഒരു സ്വഭാവമാണ്, ഈ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓരിയിടണം അല്ലേ. അപ്പോ ഈ ഒട്ടകത്തിന്റെ അടുത്ത് പറഞ്ഞു, അല്ലേ ഒട്ടകമേ, എന്റെ വയറ് നിറഞ്ഞു, എനിക്കൊന്ന് ഓരിയിട്ടില്ലെങ്കിൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് എനിക്കൊന്ന് ഓരിയിടണമെന്ന് പറഞ്ഞു. അപ്പൊ ഒട്ടകം പറഞ്ഞു, അയ്യോ അരുത്, ഇവിടെ യജമാനന്മാരുടെ നായ്ക്കളൊക്കെ ഉണ്ട്, നീ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് വന്ന് നമ്മളെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഓരിയിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറുക്കൻ ഓരിയിട്ടു. യജമാനന്റെ നായ്ക്കൾ വന്നു, ബഹളമായി. ഒട്ടകം വെള്ളത്തിലോട്ടും ചാടി. അപ്പോ കുറുക്കൻ പറഞ്ഞു, അല്ലയോ ഒട്ടകമേ, എന്നെ കൂടെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഒട്ടകം പറഞ്ഞു, ഇതാണ് പറ്റിയ സമയം, കുറുക്കന് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് പറഞ്ഞു. അപ്പോ കുറുക്കന്റെ അടുത്ത് പറഞ്ഞു, അതിനെന്താ, നീ കയറിക്കോളാൻ പറഞ്ഞു. ഒട്ടകത്തിന്റെ പുറത്ത് കയറി നദിയുടെ നടുക്കെത്തിയപ്പോ ഈ ഒട്ടകം കുറുക്കന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തിന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒട്ടകം എന്താ ചെയ്ത, കുറുക്കന് മുകളിലിരിക്കുകയാണ്, മുങ്ങി എണീറ്റപ്പോ പുറത്ത് കുറുക്കനെ കാണാനില്ല. കുറുക്കൻ പിന്നെ വേദാവസ്ഥയിലായെന്നുള്ളത് പിന്നെ പറയുന്നില്ല. അപ്പോൾ ഞാന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള നിരുത്സാഹപ്പെടുത്തൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിനയം, നിരുത്സാഹം, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി ആ വേല തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു കുറുക്കന്റെ ഒരു ഉപമയായിട്ട്, ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് ഒരു ഭക്തിയോടെ നടക്കുക. അപ്പോൾ ഈ കുറുക്കനെ കുറിച്ച് അതാണ് ഇവിടെ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ്, നമുക്കറിയാം, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് ഒരാളെ കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആരെന്നറിയോ? യേശു കർത്താവ് ഹെരോദാവിന്. മത്തായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അവിടെ യേശു കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന പടയാളികൾ എന്ന് പറയുമ്പോൾ അവിടെ ഹെരോദാവിനെ കുറിച്ച്
കർത്താവ് പറയുന്നതാണ്, കുറുക്കൻ എന്ന് വിളിച്ച് അവിടെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ എസെക്കിയേലിന്റെ പുസ്തകത്തിലും വിലാപങ്ങളുടെ പുസ്തകത്തിലും ശൂന്യ പ്രദേശങ്ങളിലെ കുറുക്കന്മാർ എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ട, പഴയ നിയമത്തിൽ വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ ശിംശോൻ ഈ ഫെലിസ്ത്യരുടെ വിളവ് നശിപ്പിക്കുവാനായിട്ട് എന്താ ചെയ്തത്? 300 കുറുക്കന്മാരെ വാലോട് വാൽ ചേർത്ത് കെട്ടി അതിന്റെ ഇടയ്ക്ക് പന്തം കൊളുത്തി വിട്ടു. അങ്ങനെ ഫെലിസ്ത്യരുടെ ആ വിളവ് കുറുക്കന്മാരെ കൊണ്ട് നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോ ഈ കുറുക്കന്മാരുടെ വാലെന്ന് പറയുന്നത് അനേക രോമങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ വാലോട് വാൽ ചേർത്തി പന്തം കൊളുത്തി വിട്ടത്. അപ്പോ ഇങ്ങനെ നശിപ്പിക്കുവാനായിട്ടാണ് അവിടെ ശിംശോന് ഈ കുറുക്കന്മാരെ കുറുക്കന്മാരെ ഉപയോഗിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ തോബിയാവ് പറയുകയാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ ചെയ്ത് പണിത് കഴിഞ്ഞാൽ ഒരു കുറുക്കൻ വന്ന് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ തോബിയാവ് പറയുന്നത്. നമ്മൾ നെഹമ്യാവിന്റെ ജീവിതത്തില്, സമയം കഴിഞ്ഞല്ലോ, ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ. നെഹമ്യാവിന്റെ ജീവിതത്തില് ആ ഒരു പണി ചെയ്യുവാനായിട്ട് താൻ എടുത്ത അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവൻ പറയുകയാണ്, ആ നല്ല പ്രവൃത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. നെഹമ്യാവ് 2:18. എന്നിട്ട് പറയുകയാണ്, നാം എഴുന്നേറ്റ് പണിയുക. ഈ ഒരു ആവശ്യബോധം നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടോ? ആ നല്ല പ്രവൃത്തിക്കായിട്ട് അന്യോന്യം ധൈര്യപ്പെടുത്തുക. അല്ലാതെ ധൈര്യപ്പെടുത്താതെ അതൊന്നും എന്റെ കാര്യമല്ല എന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക അല്ല ഇവിടെ നെഹമ്യാവ് ചെയ്തത്. തമ്മിൽ അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു വലിയൊരു ടാസ്ക് ആണല്ലോ ഇത്, എന്നെ കൊണ്ട് മാത്രം പറ്റില്ലല്ലോ, ഇത് നിങ്ങളുടെ കൂടെയൊക്കെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണല്ലോ എന്നുള്ളൊരു മനോഭാവം ഈ നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. ആ പണിക്ക് വേണ്ടുന്ന എന്തൊക്കെ ആവശ്യങ്ങളാണ്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യമുണ്ടോ അത് ഞാൻ അറിഞ്ഞ് അന്യോന്യം പറഞ്ഞ് ധൈര്യപ്പെടുത്തി അതിന് സ്വരൂപിച്ച് പണി പൂർത്തീകരിച്ചു. ഏകദേശം 52 ദിവസമല്ലേ അവിടെ പറയാം, 52 ദിവസം കൊണ്ട് യെരുശലേമിന്റെ മതിൽ പണിത് തീർത്തതായിട്ട് നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഭാഗം ഇവിടെ കൊണ്ട് നിർത്തട്ടെ. നെഹമ്യാവ് ഒരു സൽപ്രവർത്തിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തില് ഈ സൽപ്രവൃത്തി നമ്മൾ എന്നുവരെ ചെയ്യണമെന്നും കൂടി നമ്മൾ അത് ചിന്തിക്കേണ്ടതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആശിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തേക്കണമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാള് വരെ, അല്ലെങ്കിൽ അവൻ നമ്മെ ചേർക്കാൻ വരുന്നത് വരെ ഈ ഒരു സൽപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ടത് ആണ്. പ്രിയമുള്ളവരെ, നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ ചിന്തിച്ചത്, ഈ സൽപ്രവർത്തികൾക്ക് നമ്മൾ മാതൃക ഉള്ളവർ ആയിരിക്കണം. നാം ചെയ്യുന്ന സൽപ്രവൃത്തി മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തേ പറ്റൂ. എന്നാൽ മാത്രമേ ആ ഒരു പ്രവൃത്തിക്കായിട്ട് അവർ മുന്നോട്ട് വരികയുള്ളൂ. നമ്മൾ ചെയ്ത് കാണിക്കണം. ചെയ്യാതെ സൽപ്രവൃത്തി ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാതെ അത് നമ്മൾ പ്രവൃത്തിയിലോട്ട് വന്നേ പറ്റത്തുള്ളൂ. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും. അതിൽ യാതൊരു സംശയമില്ല. വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഏതൊക്കെ പ്രവൃത്തികളാണ് ഏൽപ്പിച്ചിരിക്കുന്നുള്ള ആ ഒരു ഉദ്ദേശവും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ അത് മാതൃകയാക്കി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. നമ്മൾ വാക്യം വായിക്കുന്നുണ്ട്, ഈ സൽപ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒരു മഹത്വം അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടയാകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.